മറ്റു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, റഷ്യയ്ക്കുള്ളിൽ നിരവധി ആക്രമണങ്ങൾ യുക്രൈൻ നടത്തുന്നുണ്ട്. യുക്രൈൻ്റെ അതിശക്തമായ ആക്രമണം റഷ്യയിൽ നടക്കുന്നു. റഷ്യയിലെ വളരെ പ്രധാനപ്പെട്ട പല റിഫൈനറികൾക്കും പല കേന്ദ്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നു. 800ഓളം ഡ്രോണുകൾ റഷ്യ കേന്ദ്രമാക്കി വരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അവിടെയാണ് ഇപ്പോൾ ബ്രിട്ടീഷ് നിർമ്മിത ഡ്രോണുകളാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് റഷ്യ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്നും റഷ്യ വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലമുണ്ട്. മോസ്കോ ഇതുമായി ബന്ധപ്പെട്ട് പുടിൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെ യുക്രൈനെ 100% പിന്തുണയ്ക്കുമെന്ന് UK പ്രധാനമന്ത്രി ആൻഡി ബർണാം വ്യക്തമാക്കുകയാണ്. ഞങ്ങൾ കേവലം അനുകൂല സാഹചര്യങ്ങളിൽ മാത്രം കൂടെ നിൽക്കുന്നവരല്ല, യുക്രൈന് സഹായം ആവശ്യമുള്ള ഘട്ടത്തിൽ അവർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും, ആ നിലപാടിൽ മാറ്റമുണ്ടാവില്ല എന്നാണ് ബ്രിട്ടൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത്. ബ്രിട്ടൻ്റെ ഉക്രൈൻ പ്രതിസന്ധി കൂടുതൽ വഷളാക്കാൻ ബ്രിട്ടൻ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നാണ് UK റഷ്യൻ എംബസി ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്. അങ്ങനെ സംഘർഷത്തിൻ്റെ തലങ്ങൾ മാറുകയാണ്. വിനോദ്, ഇത് ചെറിയ കാര്യമല്ലല്ലോ. UK റഷ്യയും തമ്മിലുള്ള വർഷങ്ങളായുള്ള വൈര്യം നമ്മൾക്കറിയാം. ലോകമഹായുദ്ധങ്ങൾ ആരംഭിച്ച കാലം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനെയും നാറ്റോയും ഒക്കെ തകർക്കാൻ റഷ്യ ശ്രമിക്കുന്നു എന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയ്ക്കാണ് യുക്രൈനെ സഹായിക്കുന്നത് പൂർണ്ണമായും UK ആണ് എന്ന് റഷ്യ കണ്ടെത്തിയിരിക്കുന്നത്. രഞ്ജിത്ത്, ഇതിൽ UK മാത്രമല്ല ഇപ്പോൾ റഷ്യയുടെ എതിർപ്പ് വരുന്നത്, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോടും ഇതേ എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പിലേക്കുള്ള ഒരു കടന്നുകയറ്റം, അങ്ങനെ ഒരു സായുധ നീക്കത്തിലേക്ക് റഷ്യ പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിന് ഉക്രൈനെ കീഴ്പ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് മറ്റ് രാജ്യങ്ങൾ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തതാണ്, യൂറോപ്യൻ രാജ്യങ്ങൾ, അത് ബാൾട്ടിക് രാജ്യങ്ങളുണ്ട്, അതിൻ്റെ തീരത്ത് ആക്രമണങ്ങൾ നടത്തുക, പോളണ്ടിലേക്കും മറ്റും മിസൈലുകൾ അയക്കുക. അപ്പോൾ എങ്ങനെയാണ് യൂറോപ്പിലെ രാജ്യങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നത്? അവരുടെ അങ്ങനെയുള്ള സൈനിക ശേഷി മനസ്സിലാക്കുക എന്നൊരു തന്ത്രം കൂടി റഷ്യ പ്രയോഗിക്കുന്നുണ്ട്. മൾഡോവ എന്ന രാജ്യത്തിലേക്കുള്ളൊരു ആക്രമണം അത് ഒരു വശത്തുകൂടി നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് പോളണ്ടിനെ റൊമാനിയയും ആക്രമിച്ചുകൊണ്ടുള്ള മറ്റൊരു നീക്കം നടത്തുന്നത് റഷ്യ. ഇപ്പോൾ ഏറ്റവും വലിയ ആരോപണം വരുന്നത് UK നേരെയാണ്. അതായത് ഉക്രൈന് ആയുധങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് UK ആണ് എന്ന ഒരു ആക്ഷേപമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആൻഡി ബർണാം UK പ്രധാനമന്ത്രി അദ്ദേഹം പറയുന്നൊരു കാര്യം, താൽക്കാലികമായൊരു പിന്തുണയല്ല ഉക്രൈൻ നൽകുന്നത്, എല്ലാ കാലത്തേക്കുമുള്ള പിന്തുണയാണ്. ഇത് റഷ്യയെ സംബന്ധിച്ച് അവരെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ നാശനഷ്ടമാണ് ഈ എണ്ണ സംഭരണശാലകളിലും അതോടൊപ്പം തന്നെ അവരുടെ ഈ ഓൺലൈൻ വിതരണ ശൃംഖലയുണ്ട്, അതിൻ്റെ സംഭരണ കേന്ദ്രങ്ങളുണ്ട്, അതിലേക്കൊക്കെ തന്നെ വലിയ തോതിലുള്ള ആക്രമണം ഉക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. തിരിച്ചടിയും റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. കഴിഞ്ഞ മാസം ഉക്രൈനിൽ ഏതാണ്ട് 437 പേരാണ് റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിന് തിരിച്ചടിയൊന്നോണം ഉക്രൈനിൽ നിന്നുണ്ടായ ആക്രമണത്തിൽ ഏറ്റവും ഒടുവിൽ 14 പേർ റഷ്യയിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല അവരുടെ എണ്ണ വിതരണ ശൃംഖല ഉൾപ്പെടെ താറുമാറാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഉക്രൈൻ അങ്ങനെ വലിയ തോതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നത് മാത്രമല്ല, റഷ്യയെ കടന്നാക്രമിച്ചുകൊണ്ട് റഷ്യയെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്കുള്ള ആക്രമണമായി ഇത് മാറുന്നു. അവിടെയാണ് UK പുറമെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങൾ, പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങൾ ആയുധം നൽകുന്നു. ഇതിന് പുറമെയാണ് അമേരിക്കയുടെ സഹായം. അതുകൂടി നമ്മൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഒരു വശത്ത് ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാനെ റഷ്യ കൈയയച്ച് സഹായിക്കുമ്പോൾ, മറിച്ച് റഷ്യയെ അലോസരപ്പെടുത്തുക, റഷ്യയെ ഒരു യുദ്ധ രംഗത്തേക്ക് തള്ളിവിടുക, അതിൻ്റെ ഒരു വളരെ ആസൂത്രിതമായൊരു സംവിധാനം തന്നെയാണ് അമേരിക്കയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉക്രൈന് പരമാവധി സഹായം നൽകിക്കൊണ്ട് റഷ്യയെ അടിക്കുക എന്നൊരു തന്ത്രത്തിലേക്ക് അമേരിക്ക നീങ്ങുന്നു. അതായത് ഇറാനെ ഇവിടെ പിന്തുണയ്ക്കുമ്പോൾ അമേരിക്ക അപ്പുറത്ത് ഉക്രൈനെ പിന്തുണച്ചുകൊണ്ട് റഷ്യയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ രണ്ട് യുദ്ധങ്ങളും അല്ലെങ്കിൽ ഈ സംഘർഷങ്ങൾ ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ മോൾഡോവ എന്ന രാജ്യത്തിൽ റഷ്യൻ വംശജരുണ്ട്. അവർക്ക് ആയുധങ്ങൾ നൽകി, പണം നൽകി അവിടുത്തെ തിരഞ്ഞെടുപ്പിന് വോട്ട് വാങ്ങുന്നതടക്കം, അതായത് നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകാതെ തന്നെ മറ്റൊരു സ്ട്രാറ്റജി സ്വീകരിച്ചുകൊണ്ട്, മറ്റൊരു തന്ത്രം സ്വീകരിച്ചുകൊണ്ട് ആ രാജ്യത്തെ തകർക്കുകയും അവിടെ ഒരു ഉക്രൈനിലൂടെ തന്നെ ഒരു ഇടനാഴി സ്ഥാപിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുക. ഭാവിയിൽ, അത് വിദൂര ഭാവിയിലാണ്, ഇപ്പോൾ ഒരു യുദ്ധം എന്ന നിലയ്ക്കല്ല, പക്ഷേ റഷ്യ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു ഘട്ടം വരുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വലിയ ഭീഷണി ഉണ്ടായാൽ അവിടേക്കൊരു യുദ്ധം നടത്താൻ, അവിടേക്ക് സൈന്യത്തെ എത്തിക്കാൻ കരമാർഗമുള്ള സംവിധാനങ്ങൾ ഒക്കെ തന്നെയാണ് റഷ്യ ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു. റഷ്യയിൽ നിന്നുള്ള യുവാക്കൾക്ക് പണം നൽകി വോട്ട് വാങ്ങുന്നു. സോഷ്യൽ മീഡിയ വഴിയുള്ള ക്യാമ്പയിനുണ്ട്. അങ്ങനെ ആളുകളെ മാറ്റാനുള്ള ശ്രമങ്ങൾ, ഒപ്പം തന്നെ ഇവർക്ക് പരിശീലനം നൽകി പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അയക്കുക, അവിടെ ചാരവൃത്തി നടത്തുക, അങ്ങനെയുള്ള പല തന്ത്രങ്ങൾ ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ പയറ്റുന്നുണ്ട്. രഞ്ജിത്ത്.
അതാണ് സാഹചര്യം. ഏതായാലും ഇതിന്റെ പ്രത്യാഘാതം ഏത് തരത്തിലാകും, റഷ്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യമൊക്കെ കാത്തിരുന്ന് കാണണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.